രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നുവെന്ന ഏറ്റവും വലിയ വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. സുജു ടി ബാബു ഇപ്പോൾ രാഹുലിന്റെ വാർത്താ സമ്മേളനം തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം ഉണ്ട്. സുജു, ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വലിയ മഹാനാണ്, ക്രെഡിബിലിറ്റിയുള്ള ആളാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. പഴയ ആർജവമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ പുച്ഛമാണല്ലോ, അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദുർബലമായ ശരീരഭാഷ, എന്തൊക്കെയോ പറയുന്നു. ഒടുവിൽ രാജി പ്രഖ്യാപിക്കുന്നു. നാണം കെട്ട് രാജിവെക്കുകയായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടം? സുജു, തീർച്ചയായിട്ടും നാണം കെട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രാജി പ്രഖ്യാപിക്കുന്ന. രാജി AICC ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് താൻ രാജിവെച്ചിട്ടില്ല. ഈ സമയം വരെ ഏറ്റവും ഒടുവിൽ താൻ രാജിവെക്കുന്നത് സമ്മർദ്ദങ്ങളുടെ പുറത്തല്ല, പകരം താൻ സ്വമേധ രാജിവെക്കുകയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ രാജിക്കാര്യത്തിൽ പോലും രാഹുൽ നാടകം കളിക്കുന്ന കാഴ്ചയാണ് വാർത്താ സമ്മേളനത്തിൽ കാണുവാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ രാഹുൽ ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല. ഇന്ന് പുറത്തു വന്ന ശബ്ദ സന്ദേശം രാഹുലിന്റെ ആണോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ കൈരളി ന്യൂസും മറ്റൊരു ചാനലും എൻ്റെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അവസാനിപ്പിച്ചാൽ മാത്രമേ താൻ വാർത്താ സമ്മേളനം തുടരുകയുള്ളൂ. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ ഓഡിയോ സംഭാഷണമായിരുന്നല്ലോ. ഒരു യുവതിയോട്, അവർ മാധ്യമപ്രവർത്തകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുപോട്ടെ, ഒരു യുവതിയോട് ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ സംഭാഷണമാണല്ലോ ഇന്ന് പുറത്തു വന്നത്. അത് രാഹുൽ പറയുന്നത് ഫേക്ക് ആണ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ എന്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുത് അയാളുടെ ക്രെഡിബിലിറ്റി ആണല്ലോ. ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അത് തെളിയിക്കാൻ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണത്? മനു, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. രാഹുലിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി പറയാൻ തയ്യാറാവുന്ന, ഏറ്റവും ഒടുവിൽ ചോദ്യങ്ങളിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രാഹുലിൻ്റെ പേരിൽ വന്ന ശബ്ദ സന്ദേശം. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദ സന്ദേശമാണെന്ന ചോദ്യത്തിന് രാഹുൽ ഉത്തരം പറയുന്നില്ല. പലതവണ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കൈരളി ന്യൂസിനെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. അതിന് പകരം ചോദ്യത്തിനുള്ള മറുപടി പറയാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ, ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തൻ്റെ വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകില്ല, പകരം അവസാനിപ്പിക്കുമെന്ന ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. അല്ലാതെ രാഹുൽ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായി ഉത്തരം പറയാൻ തയ്യാറായിരുന്നില്ല. ഹണി ബാസ്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും രാഹുലിന്റെ ന്യായീകരണങ്ങൾ ഒരുപക്ഷെ മുഖവിലക്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ന്യായീകരണമല്ല രാഹുൽ പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എനിക്കെതിരെയോ സുജുവിനെതിരെയോ ഒരാൾ ഒരു മോശമായ കാര്യം സമൂഹത്തിന് മുന്നിൽ നിന്ന് പറയുകയാണ്. നമ്മുടെ ക്രെഡിബിലിറ്റിയെ, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യം മുന്നിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഉറപ്പായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലേ, കേസ് കൊടുക്കില്ലേ? എന്തുകൊണ്ടാണ് ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പറഞ്ഞിട്ട് നടപടി സ്വീകരിക്കാത്തത്? വേണമെങ്കിൽ ഹണി ഭാസ്കരൻ കേസ് കൊടുക്കട്ടെ എന്നാണ്. ഹണിക്ക് എന്തിന്റെ ആവശ്യകതയാണ് കേസ് കൊടുത്ത് രാഹുലിന്റെ കാര്യം തെളിയിക്കാൻ?